നമുക്ക് ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അനുശ്രയോടും ഗോമതിയോടുമായിട്ട് ധർമ്മം പറഞ്ഞു, അതെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അച്യുതൻ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്, അത് ഒരിക്കലും നിങ്ങൾക്ക് നല്ലതിനായിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അത് പിന്നെ ധർമ്മ അതെ വീട്ടിലുള്ളവരോടും അതുപോലെ തന്നെ മോളും ഒന്ന് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ധർമ്മം പോകുന്നത്. ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ധർമ്മന് അത് സഹിക്കാൻ പറ്റില്ലല്ലോ. ഈ സമയത്ത് ബാലനാണ് കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. മീനേഷ് വന്നിട്ട് ചോദിച്ചു, അല്ല അച്ഛൻ കടയിലേക്ക് പോകുന്നില്ലേ? പോണം മോളെ, ഗോമതി ഇങ്ങോട്ടേക്ക് വന്നിട്ട് പോകാൻ നിർത്താം. ഇതെന്താവല്ലോ അമ്മ എതിരായിട്ടും വരാത്തെ? ഇപ്പൊ തന്നെ വരുമായിരിക്കും, ക്ഷേത്രത്തിൽ പോയിരിക്കുമല്ലേ. പിന്നെ ശ്രീദേവിയോട് ഞാൻ മാർക്കറ്റിൽ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീദേവി ലോഡിന്റെ കണക്കുകളൊക്കെ എടുക്കാൻ വേണ്ടി പോയിരിക്കുക. ശ്രീദേവിച്ചി ശരിക്കും ഇപ്പൊ കടയിൽ തന്നെ ആയല്ലേ അച്ഛാ? കടയിലെ കാര്യങ്ങളൊക്കെ ശ്രീദേവിച്ചിയാ കൂടുതൽ നോക്കുന്നല്ലേ. വീട്ടിലാണ് ദേവി ചേച്ചിനെ ഇപ്പൊ കാണാൻ പോലും കിട്ടുന്നില്ല. നേരെ ചൊവ്വ ഇന്ന് സംസാരിച്ചിട്ട് എത്ര ദിവസമായെന്നറിയാവോ? ബാലൻ പറഞ്ഞു, ഇപ്പൊ എല്ലാരും ഗോമതി സ്റ്റോഴ്സ് ശ്രീദേവി എന്നാ ദേവി മോളെ വിളിക്കണേന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മീനാക്ഷി ചിരിക്കണം. അപ്പോഴേക്കും മിത്ര ഇറങ്ങി എന്നിട്ട് ചോദിച്ചു, അല്ല അപ്പച്ചി എതിരായിട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് വന്നില്ലേന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞു. ഓ ചിലപ്പോ ഇനി അനുസരിക്ക് കുറെ വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ നടത്താനുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും താമസിക്കണേന്ന് പറഞ്ഞു. അപ്പോഴാണ് ഗോമതി അനുസരിയും കൂടെ വീട്ടിലേക്ക് വരുന്നത്. അനു കരയുമായിരുന്നു. അനുവിന്റെ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഒന്ന് പകച്ചുപോയി. അനു കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടപ്പോ മീനാക്ഷി ഒക്കെ ചോദിച്ചു, എന്താ അനുമോളെ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. പക്ഷെ അനു കരയുവാണ്. ആ സമയം ഗോമതി പറഞ്ഞു, എന്ത് ചെയ്യാനാ, കുറച്ച് നാട്ടുകാരുണ്ട് ഒരു സ്വസ്ഥതയും സമാധാനം തരില്ലാത്ത, പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഓരോരോ ചോദ്യങ്ങളൊക്കെ. അപ്പോഴേക്കും അനു പറഞ്ഞു, എന്ത് ചെയ്യാനാന്ന് പറ, പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഇന്നലെ നിങ്ങളെല്ലാവരും എന്നെ പുറത്തു കൊണ്ടേ സന്തോഷിപ്പിച്ചില്ലേ, പക്ഷെ ഇന്നായി കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും ഓരോ ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുക. ഗോമതി പറഞ്ഞു, അതെ അലോകുമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിണങ്ങി പോന്നല്ലേ, അവൻ്റെ കൂടെ ഒളിച്ചോടിയതല്ലേ എന്ന് 100 ചോദ്യങ്ങൾ ഓരോരുത്തർ ചോദിക്കുന്നേ. അതൊക്കെ കേട്ടപ്പോൾ ബാലനൊന്നും മിണ്ടാതെ അവിടെ ഇരുന്നു പോയി. ആ സമയം ഗോമതി വന്നിട്ട് ചോദിച്ചു, എന്താ ബാലേട്ടാ അത്? ബാലേട്ടൻ എന്താ ഇതൊക്കെ കേട്ടൊന്നും മിണ്ടാത്തെ? ഒന്നാളെ ആശ്വസിപ്പിക്കുകയെങ്കിലും ചെയ്യണ്ടെന്ന് ചോദിച്ചു. ആ സമയത്ത് ബാലൻ എഴുന്നേറ്റ് അനുവിന്റെ അടുത്തേക്ക് ചെന്നു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, കൃത്യസമയത്ത് തന്നെ ധർമ്മം വന്നു. ധർമ്മൻ അവരെ ഒന്ന് ചീത്ത പറഞ്ഞ് ഓടിച്ചു, അല്ലായിരുന്നെങ്കിൽ. ആ സമയം ബാലൻ അനുവിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനുസരി പൊട്ടിക്കരയാണ്. അച്ഛനല്ലേ പറഞ്ഞ് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്, എന്നിട്ടിപ്പോ എന്താ പുറത്തിറങ്ങി കഴിയുമ്പോൾ ആൾക്കാർ ഓരോന്നോരോന്ന് ചോദിക്കുന്നേ. ഇനി ഞാൻ ഒരിടത്തേക്കും ഇല്ല, ഞാൻ ഒരിടത്തേക്കും പോകുന്നില്ല. നമുക്കിവിടെ നിന്ന് എങ്ങോട്ടിലും പോകാച്ചാ, എനിക്ക് പറ്റില്ല ആൾക്കാരെ ഫേസ് ചെയ്യാനായിട്ട്. ഓരോരുത്തരും ഓരോന്ന് ചോദിക്കുമ്പോൾ നാണക്കേട് കൊണ്ട് തല കുടിഞ്ഞു പോവുക. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, ദേ മോളുടെ അച്ഛനാ പറയണേ, ഇനി മോൾക്ക് ഇങ്ങനൊരു നാണക്കേട് ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാക്കാന്ന് പറഞ്ഞു. മോൾക്ക് അച്ഛനും വിശ്വാസമില്ലേ? ഉണ്ട്. എങ്കിൽ പിന്നെ മോള് ധൈര്യമായിട്ടിരിക്കുക, കണ്ണു തുടയ്ക്കാനൊക്കെ പറഞ്ഞിട്ട് ബാലന് അനുശ്രയെ സമാധാനിപ്പിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആന്റെ ഫോണിലേക്ക് കൂട്ടുകാരൻ വിളിക്കുകയാണ്. എന്താടാ? അതെ നീ ആ ഫോൺ എടുത്തിട്ട് ലൈവ് സ്ട്രീം ഒന്ന് നോക്കാൻ പറഞ്ഞു. എന്താ കാര്യം, എന്താ നീ നോക്കാൻ പറഞ്ഞു. അങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനല്ലേ ഇത്? കാരണം ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാലന്. അതെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ സമൂഹത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? എങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിനൊന്നും മനസ്സിലായില്ല. ദൈവമേ. ആ സമയത്ത് ആകാശ് ഗോമതി സ്റ്റോഴ്സിലേക്ക് പാഞ്ഞു ചെല്ലുവാണ്. ഗോമതി സ്റ്റോഴ്സിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി എന്താടാ നീ എന്തെങ്ങനെ ഓടി വരുന്നേ? രാമേട്ടൻ പറഞ്ഞു, അത് ശരിയാണല്ലോ, നിനക്കെന്താ നടക്കാൻ അറിയാൻ പാടില്ല ആര്യ? സോറി ആകാശ് എന്ന് ചോദിക്കണം. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, ഇത് നോക്കാൻ പറഞ്ഞ് ഫോണങ്ങോട് കാണിക്കുകയാണ്. ഇത് ബാലനല്ലേ? അപ്പോഴേക്കും ബാലൻ സംസാരിക്കുകയാണ്. എന്റെ മകൾ ഉൾപ്പെടെ പലരും ഇന്ന് സമൂഹത്തില് പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ആഹാ ബാലൻ കൊള്ളാലോ എന്നൊക്കെ രാമേട്ടൻ പറയാണ്. ഇതേ സമയത്ത് ബാലൻ ലൈവ് പോകുന്ന കാര്യങ്ങളൊക്കെ കൃഷ്ണമംഗലത്ത് പറഞ്ഞു. വല്ലാത്ത ടെൻഷനിലായി അച്യുതൻ ഇങ്ങനെ ഫോൺ നോക്കുകയാണ്. അപ്പോഴേക്കും ബാക്കി ധർമ്മനും ഇന്ദിരാമയും എല്ലാവരും കൂടെ വന്നു. അവരൊക്കെ ഇങ്ങനെ ഫോണിനകത്ത് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുവാണ്. ബാലൻ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് ഒരു പുരുഷൻ കല്യാണം കഴിക്കാത്തൊരു ചെറുപ്പക്കാരൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നാട്ടുകാരുടെ ചോദ്യം, കല്യാണം കഴിഞ്ഞില്ലേ, എന്താ അതിലിട്ടും കല്യാണം നടക്കാത്ത, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ പെൺകുട്ടിയുടെ കാര്യം മറച്ചില്ല. അതുപോലെ തന്നെ ചില ചെറുപ്പക്കാർ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേനും എന്താ ജോലി ആയില്ലേ, ഇവരുടെയൊക്കെ വിചാരം ജോലി ഇങ്ങനെ കുപ്പയിലിട്ട് വെച്ചിരിക്കുക, ചെന്ന് വാങ്ങിക്കാനെന്നാ. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളാ. ഏറ്റവും നല്ല നന്മയുള്ള ജീവി ഞാനെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യനാന്ന് തന്നെ പറയും. പക്ഷെ അതുപോലെ തന്നെ അവരുടെ ഉള്ളിലെ വിഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടിയ വിഷമാണ്. പാമ്പിന്
പല്ലില വിഷമെങ്കിൽ അതുപോലെ തന്നെ മനുഷ്യനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ നാവിലാണ് അവൻ ചിലപ്പം പുറപ്പെടുവിക്കുന്ന വിഷം കൊണ്ട് എത്ര കുടുംബങ്ങളാ തകരുന്നതെന്നറിയാവോ. അതുപോലെ തന്നെ എൻ്റെ മോൾക്ക് ഇന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ അവളുടെ അച്ഛനാണ്. ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ലൈവ് വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട്ടിലെല്ലാവരും ഉണ്ട്. എൻ്റെ മോളിങ്ങനെ ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം അവൾക്ക് പുറത്തിറങ്ങി നടക്കുമ്പോൾ പറ്റില്ല. പുറത്തിറങ്ങി നടക്കുമ്പോൾ ഓരോരോ ചോദ്യങ്ങളാണ്. എന്താണ് വീട്ടിൽ വന്നിരിക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവൾക്കൊരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ അവളുടെ അച്ഛനും അമ്മയും ഞങ്ങളൊക്കെ അവളോടൊപ്പം നിൽക്കണം. ഒരു കാര്യം ഞാൻ പറയാം, ഇനിയിപ്പോൾ എൻ്റെ മോള് പുറത്തിറങ്ങുന്ന സമയത്ത് അവളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാലൻ വെറുതെ ഇരിക്കില്ല. ബാലന് അവരുടെ വീട് അന്വേഷിച്ച് അവിടേക്ക് വരും. പിന്നെ അവരുടെ മുട്ടുകാല് കാണത്തില്ല. എൻ്റെ മോൾക്ക് ജീവിക്കണം, അന്തസ്സായിട്ട് തന്നെ ജീവിക്കണം. എൻ്റെ മോൾ ഒരു തെറ്റും ചെയ്യാതെയാണ് ആൾക്കാരിങ്ങനെ ക്രൂശിച്ചുകൊണ്ടിരിക്കണേ എന്നൊക്കെ ബാലൻ ഇങ്ങനെ പറഞ്ഞു. ഇതെല്ലാം കേട്ട് അതായത് പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഈ ലൈവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും അത്ഭുതത്തോട് കൂടിയിട്ടാണ്. കാരണം ഇന്നത്തെ ചെറുപ്പക്കാർ അനുഭവിക്കുന്ന വേദനയൊക്കെയാ. പുറത്തിറക്കിയുമ്പോൾ ജോലി ആയില്ലേ, അല്ല കല്യാണം നടന്നില്ലേ, അങ്ങനെ ഇങ്ങനെ 100 ചോദ്യങ്ങൾ. അതുപോലെ തന്നെയാണ് പെൺകുട്ടികളും. അതൊക്കെയാണ് ബാലൻ പറയുകയും ചെയ്തത്. എല്ലാവർക്കും ഭയങ്കര മതിപ്പ് തോന്നി ബാലനെ കുറിച്ച്. അങ്ങനെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കെട്ടിപ്പിടിക്കുകയാണ് അനുശ്രീ ബാലനെ. വന്നിട്ട് അച്ഛാന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് തനിക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലായി. ആ സമയത്ത് ധർമ്മം പറഞ്ഞു, ബാലൻ്റെ ഒരു നല്ല കാര്യമാണ് പറഞ്ഞേ. അല്ലെ ഞാൻ കല്യാണം നടക്കുന്നതിന് മുമ്പ് പുറത്തിറങ്ങിയുമ്പോൾ ആൾക്കാർ എന്നോട് ചോദിക്കുമായിരുന്നു, നിനക്കെന്തടാ കല്യാണം നടന്നില്ല, എന്താ ഇതിലോട്ടും കല്യാണം നടക്കാത്തതെന്നൊക്കെ. ആ സമയം അച്യുതൻ പറഞ്ഞു, മനുഷ്യനെ നാണം കെടുത്താനായിട്ട് അയാൾ മനഃപൂർവ്വം ഇറങ്ങി തിരിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇന്ദിരാൻ പറഞ്ഞു, എടാ ബാലൻ നല്ലൊരു കാര്യമല്ലേ ചെയ്തേ, പിന്നെ നല്ലൊരു കാര്യം എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് ടി വിക്കകത്ത് ഫ്ലാഷ് ന്യൂസ് വരുന്നുണ്ട്. അതായത് ലോക്കൽ ചാനലിനകത്ത് ആ ന്യൂസ് വരുന്നുണ്ട്. ബാലൻ തരംഗമായി മാറിയിരിക്കുകയാണ്. മകൾക്ക് വേണ്ടിയിട്ടാണ് ബാലൻ സംസാരിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബാലനെ പുകഴ്ത്തി പറയുകയാണ്. സമൂഹത്തിലൊരു പ്രശ്നം, അവരുടെ മകൾക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പം ബാലനത് സമൂഹത്തിന് മുന്നിൽ എത്തിച്ച് മകൾക്ക് വേണ്ടിയിട്ട് മകളുടെ നീതിക്ക് വേണ്ടി പോരാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ദിരാ പറഞ്ഞു, കണ്ടില്ലേ ബാലനെ കുറിച്ച് പറയണേ. ധർമ്മം പറഞ്ഞു, അത് ശരിയാ, നല്ല കാര്യം തന്നെയാ എന്ന് പറഞ്ഞു. അച്യുതന് ഇഷ്ടപ്പെട്ടില്ല. ബാലൻ ബാലൻ എവിടെ നോക്കിയാലും ബാലൻ എന്ന് പറഞ്ഞിട്ട് ആ ടി വി അങ്ങോട്ട് ഓഫ് ചെയ്തു. ഇന്ദിരാ പറഞ്ഞു, നീ എന്തിനാടാ ദേഷ്യപ്പെടുന്നേ? പിന്നെ ദേഷ്യപ്പെടാതെ എനിക്ക് ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. എൻ്റെ മകൻ അവിടെ അകത്ത് കിടക്കുക, അപ്പോഴാണ് ഇവിടെ. ആ സമയം രാജശ്രീ പറഞ്ഞു, അത് ശരിയാ, എൻ്റെ മോനെ അകത്താക്കിയവരാ ആ ബാലനും മനസ്സിലായില്ല, അവർക്കിട്ടുള്ള പണി കൊടുക്കണം. പിന്നീട് ധർമ്മനോട് അച്യുതൻ പറഞ്ഞു, നീ പെട്ടെന്ന് റെഡിയാവുക, കട നോക്കാൻ പോണെന്ന് പറഞ്ഞു. അച്യുതേട്ടാ എനിക്കിപ്പോൾ കടയൊന്നും വേണ്ട. എടാ നിനക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണം, പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി. എന്തിനാ അച്യുതേട്ടാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ, അതിൻ്റെ കാര്യമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഇന്ദിരാൻ പറഞ്ഞു, അത് ശരിയാ. ധർമ്മം പറഞ്ഞു, 100% ശരിയായിട്ടുള്ള കാര്യമാണ്. എന്ത് ശരി? എന്താണെങ്കിലും ഇതങ്ങനെ അച്യുതൻ വിടാൻ പോകുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇതിനുള്ള പ്രതികാരം ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അച്യുതൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി. ഇതേ സമയത്ത് ഗോമതി പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും മീനാക്ഷിയും ഇത്രയും കൂടെ അങ്ങോട്ട് വന്നു. മീനാക്ഷി വന്നിട്ട് ഗോമതിയോട് ചോദിച്ചു, അല്ലമ്മേ ശരിക്കും പറഞ്ഞ അമ്മ ഭയങ്കര ലക്കി കേട്ടോ. എന്താ? അല്ല ഇതുപോലെ സ്നേഹമുള്ള ഇത്ര പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ഭർത്താവിനെ കിട്ടിയില്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഗോമതി ചിരിക്കുകയാണ്. അപ്പോഴേക്കും എത്ര ചോദിച്ചു, അല്ല അപ്പച്ചി മുമ്പ് തൊട്ട് ബാലനങ്ങൾ ഇങ്ങനെയായിരുന്നോ എന്ന് ചോദിച്ചു. എങ്ങനെ? അല്ല ഇത്ര സ്നേഹത്തോടെ കരുതലോട് കൂടിയിട്ടായിരുന്നോ? അത് കേട്ടപ്പം ഗോമതി പറഞ്ഞു, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പറഞ്ഞു. അല്ല അപ്പച്ചിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുമായിരുന്നോ എന്നും ഇത്ര വെച്ചു. എല്ലാ കാര്യങ്ങളും നോക്കുമായിരുന്നോ എന്നോ? ഞാൻ അങ്ങോട്ടൊന്നും പറയേണ്ടതില്ലായിരുന്നു. അന്നൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ പൈസയ്ക്ക് ഭയങ്കര ഞെരുക്കുമായിരുന്നു. എന്നാലും ഞാൻ പറയാതെ തന്നെ ബാലേട്ടൻ എനിക്ക് വേണ്ടി ഓരോന്ന് വാങ്ങിക്കൊണ്ട് തരും. വൈകുന്നേരം വരും പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചോണ്ട് തരും. എന്നിട്ട് കഴിച്ചോളാൻ പറയും. പക്ഷെ ബാലേട്ടനോട് ചോദിക്കുകയാണെങ്കിൽ ബാലേട്ടൻ കഴിച്ചെന്ന് പറയും. പിന്നെ ഞാൻ തിരിച്ചറിഞ്ഞ് ബാലേട്ടൻ കഴിച്ചിട്ടല്ല, കഴിക്കാതെ എനിക്ക് വാങ്ങിച്ചോണ്ട് തന്നോണ്ടിരുന്നേന്ന്. അത്രയ്ക്ക് സ്നേഹമായിരുന്നു എന്നോട്. പിന്നെ ആദ്യകാലങ്ങളിൽ ഞങ്ങൾ ഇവിടെയല്ല കഴിഞ്ഞുകൊണ്ടിരുന്നത്, കുറച്ചൊരു ഉൾപ്രദേശത്തായിരുന്നു. അവിടെ നിന്നാണെങ്കിൽ റോട്ടിലേക്കും ഹോസ്പിറ്റലിലേക്കും പറഞ്ഞാൽ കുറച്ച് ദൂരം അങ്ങ് നടക്കണമായിരുന്നു. ഒരു തവണ ആനന്ദിന് ഭയങ്കര പനിയുണ്ടായി. എന്ത് ചെയ്യാനാ? രാത്രി പനിച്ച് പറിച്ച് കിടക്കുന്ന അവനെ എടുത്തുകൊണ്ട് ഒരു 5 കിലോമീറ്റർ ദൂരം ബാലേട്ടൻ നടന്നു ഓടിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. അതൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മീനാക്ഷി പറഞ്ഞു, ആഹാ കൊള്ളാലോ അച്ഛനൊരു ഹീറോ തന്നെ ആയിരുന്നല്ലേന്ന് ചോദിച്ചു. അതെ. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, ഞങ്ങളുടെ ഭർത്താക്കന്മാരും അങ്ങനെയൊക്കെ തന്നെയാ, ഞങ്ങൾക്ക് ഹീറോ തന്നെയാന്ന് പറഞ്ഞു. അതെ അതെ അതെ, എൻ്റെ ബാലേട്ടനെ ഒരു തട്ടി വെച്ചിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഭർത്താക്കന്മാരെ കെട്ടി നിർത്തിയാലും ബാലേട്ടൻ്റെ തട്ട് എപ്പോഴും താന്ന് തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു, ഓ
പഴയ കുറെ തള്ളുകൾ കേട്ടെന്ന് വിചാരിച്ചോണ്ട് ഇത്ര അങ്ങോട്ട് പുകഴ്ത്തണ്ടാന്ന് പറഞ്ഞു. ഗോമതി പറഞ്ഞു, ഒന്ന് പോടി അവിടെ നിന്ന് പറഞ്ഞു. അതെ, എന്റെ ബാലേട്ടന്റെ മകത്വം എനിക്കറിയാന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അനുവിനൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോ ബാലേട്ടന് അറിയാം അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. ബാലേട്ടൻ പിന്നെ ഒന്നും നോക്കില്ല, ഒരു ഭയവും നോക്കില്ല, സ്വന്തം മകൾക്ക് വേണ്ടി പോരാടിയില്ലെന്ന് ചോദിച്ചു. ഇതേ സമയത്ത് ശ്രീദേവി കണക്കുകളൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുവാണ്. എല്ലാം നോക്കി കഴിഞ്ഞപ്പോ തന്നെ രാമേട്ടൻ പറഞ്ഞു, അതെ ബാലനില്ലല്ലോ, ഒരു കാര്യം ചെയ്യാം, ഞാൻ കൊണ്ടേയാക്കാൻ വേണമെങ്കിൽ പോന്ന വഴിക്കാൻ ആക്കിയിട്ട് പോയിക്കോളാം. വേണ്ട, ആകാശ് ഇപ്പൊ തന്നെ വരുമല്ലോ, അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ആ സമയം രാമേട്ടൻ പറഞ്ഞു, എന്നാലും ബാലിനെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു കേട്ടോ. ബാലൻ ഇന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ നിസ്സാര കാര്യങ്ങളല്ലോ. അല്ല, ബാലിന് എവിടുന്നാ പോലും ഇതൊക്കെ ചെയ്യാനൊക്കെ പഠിച്ചത്. അത് കേട്ടതും ശ്രീദേവി പറഞ്ഞു, മിക്കവാറും ഇത്ര ആരെങ്കിലും കാണിച്ചു കൊടുത്തായിരിക്കും ലൈവ് പോകാനായിട്ടൊക്കെ. കാരണം ബാലച്ചന് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും അറിയത്തില്ലല്ലോ. ആ സമയത്ത് രാമേട്ടൻ പറഞ്ഞു, അത് ശരിയാ. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു അച്ഛനെ കിട്ടാനായിട്ട് ഭാഗ്യം ചെയ്യണം. എന്റെ പുണ്യമാണ് ആ കുടുംബത്തെ ഒന്ന് കയറാൻ പറ്റിയത്. അല്ലെങ്കിലൊന്ന് ഓർത്ത് വയ്ക്കേ, ഇത്ര നല്ലൊരു അച്ഛനെ കിട്ടുക എന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടിയിട്ട്, മക്കൾക്കൊരു ആപത്തുണ്ടായി കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന്, മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. ഇത് കേട്ടപ്പോൾ രാമേട്ടൻ പറഞ്ഞു, അത് ശരിയാ, എനിക്ക് ബാലിനെ കുഞ്ഞുനാളിലെ മുതൽ അറിയാം. അവൻ എത്രമാത്രം കഷ്ടപ്പെട്ടാ വളർന്നു വന്നേ. ഒറ്റപ്പെടലിന്റെ വേദനയും കാര്യങ്ങളൊക്കെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അവന് നന്നായിട്ട് അറിയാവുന്ന. അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും എനിക്ക് ബാലിനെ അറിയാം. പിന്നെ ഒരു കാര്യമുണ്ട്, ബാലിനും പുണ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഇതുപോലെ ഒരു മരുമോളെ കിട്ടിയത്. ഉദയഭാൻ സാർ എന്താ മോശമാണോ? കോടീശ്വരനല്ലേ, എളിമയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ ഒരു ഉദയഭാൻ സാറിന്റെ മോളെയല്ലേ ബാലിന് മരുമോളായിട്ട് കിട്ടിയിരിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് സങ്കടമായി. പാവം രാമേണ്ണൊക്കെ അറിയുന്നുണ്ടോ തൻ്റെ അച്ഛൻ്റെയും തൻ്റെയൊക്കെ അവസ്ഥ എന്താന്ന്. തേമേ എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞാൽ താൻ പിടിച്ചിരിക്കുന്നത്. ഇതൊക്കെ കള്ളത്തരമാന്ന് ബാലച്ചൻ ഒരു ദിവസം അറിയും. അന്ന് അറിയുന്ന ദിവസം എന്ത് സംഭവിക്കും? ശ്രീദേവിക്കാണെങ്കിൽ സങ്കടമാണോ കരച്ചിലാണോ എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. വല്ലാത്തൊരു വിഷമമായിരുന്നു ശ്രീദേവിക്ക് ആ സമയത്ത് രാമേണ്ണൻ അങ്ങനെ പറയുമ്പോൾ. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.